മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കനകക്കട്ടിയെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ചപ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു ആ മുഖത്തുണ്ടായിരുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് കാണിക്കുന്ന താല്പര്യവും ഇഷ്ടവും തന്റെ കൂടപ്പിറപ്പുകളായ 11 മക്കൾക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അവരെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്, ബഹുമാനപ്പെട്ട യൂസുഫ് എന്ന് പറയുന്ന പൊന്നുമോനെ നമുക്ക് കൊണ്ടുപോകണം, കൊണ്ടുപോയി കൊന്നുകളയണം. അവന് വാപ്പയോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട്, വാപ്പ മോനോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്റെ വാപ്പയിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട മക്കൾ അടർത്തിയെടുക്കുകയാണ്. പുറത്തിറക്കാതെ, വെയിൽ കൊള്ളിക്കാതെ, ആർക്കും കൊടുക്കാതെ ആ കനകക്കട്ടിയെ ഓമനിച്ച് ലാളിച്ചുകൊണ്ടിരിക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ പ്രിയപ്പെട്ട മക്കളോടൊപ്പം കളിക്കാൻ വേണ്ടി വിടുകയാണ്. അല്ലാഹുവേ, അത് കഴിഞ്ഞു വരുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം അവരെ കൂടെ ഇല്ല. ഇക്കാക്കമാരുടെ കൂടെ വിശ്വസിച്ചുകൊണ്ട് വിരൽ തുമ്പ് പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് പോകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന് എന്റെ കഴിമ്പ്രത്ത് വന്ന് കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് പ്രിയപ്പെട്ടവരെ ഒന്നും മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കുക. എത്ര സന്തോഷമാണ്. പുറത്തിറങ്ങാതെ വീട്ടിന്റെ അകത്ത് വളർത്തിയിരുന്ന പൊന്നുമോന് പുറത്തിറങ്ങാൻ കിട്ടിയപ്പോ തന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളുടെ കൂടെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് ലാളിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് പോകുന്ന പൊന്നുമോനായ തങ്കം തിളങ്ങുന്ന പോലെ തിളക്കുന്ന മുഖശോഭയുള്ള ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രംഗത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ആ പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളുടെ മുഖത്തെ ഭാവം മാറുന്നത് കാണുകയാണ്, സ്വഭാവം മാറുന്നത് കാണുകയാണ്, ക്രൂരത വരുന്നത് കാണുകയാണ്, രീതിയും ഭാവവും മാറുന്നത് കാണുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിശബ്ദനായി നിന്നു കൊടുക്കുകയാണ്. വനാന്തരത്തിന്റെ ഉള്ളറയിലുള്ള ഒരു വലിയ പടുകൂറ്റൻ കുഴിയിലേക്ക്, പൊട്ടക്കിണറ്റിലേക്ക് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന പ്രകാശകിരണത്തെ തന്റെ കൂടപ്പുറപ്പുകൾ തള്ളിയിടുകയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കമീസ് ഉണ്ടല്ലോ, കുപ്പായമുണ്ടല്ലോ, അതിന്റെ അകത്ത് രക്തം പുരട്ടിയിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ കൊണ്ടു കൊടുക്കുകയാണ്. വാപ്പാ, യൂസുഫ് എന്ന് പറയുന്ന നിങ്ങളുടെ കരളിന്റെ കഷണമായ പൊന്നുമോനെ ചെന്നായ പിടിച്ചു തന്നു ഉപ്പാ. ഈ രക്തം പുരണ്ട കമീസല്ലാതെ ബാക്കിയൊന്നുമില്ലെന്ന് പറയുമ്പോ ഇതിനേക്കാൾ വലിയ ഒരു ചതി ലോകത്ത് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ?